Good afternoon all. അപ്പോൾ ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്ററിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്ലാസ്റ്ററിങ്ങിൻ്റെയും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ ഏകദേശം കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നെ WBM അതായത് വാട്ടർ ബൗണ്ട് മെക്കാഡം എന്ന് പറഞ്ഞിട്ടൊരു റോഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, പക്ഷെ അതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി, എന്നാൽ തന്നെ നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ RCCയുടെ സ്പെസിഫിക്കേഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്ററിങ്. അപ്പോൾ നമുക്കറിയാം, ഒരു ബ്രിക്ക് വർക്ക് അല്ലെങ്കിൽ സ്റ്റോൺ വർക്ക് എന്തോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാസ്റ്ററിങ് ആണ്, അല്ലേ? ഇപ്പം നമ്മളൊരു ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിലാണ് നമ്മളൊരു വാൾ കൺസ്ട്രക്ട് ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മുകളിലുള്ളൊരു ഫിനിഷിംഗ് വർക്ക് ചെയ്യണം. അതാണ് പ്ലാസ്റ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്യുന്നത് ഒരു ഗുഡ് അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഈ ഒരു ബ്രിക്ക് വർക്കിന്. അപ്പോൾ നിങ്ങൾ എക്സാമിന് സാധാരണ ഒരു 7-8 മാർക്കിനായിരിക്കും സ്പെസിഫിക്കേഷൻസ് ചോദിക്കുന്നുണ്ടാവുക. പ്ലാസ്റ്ററിങ് ആയാലും പെയിന്റിങ് ആയാലും ഏത് ടൈപ്പ് ഓഫ് ഐറ്റം ആയാലും അതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേഷൻ നിങ്ങളോട് ഒരു 7 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് എഴുതാനുള്ളതാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരുപാട് സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളതിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കുക. എന്നിട്ടൊരു 8 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഓഫ് പ്ലാസ്റ്ററിങ്. അപ്പോൾ സിമെന്റ് പ്ലാസ്റ്ററിങ് ആണ് നമ്മളിതിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വാൾ പ്ലാസ്റ്ററിങ് നമ്മൾ സാധാരണ സിമെന്റ് പ്ലാസ്റ്ററിങ് അല്ലേ സാധാരണ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ മെറ്റീരിയൽസ് അതുപോലെ ഇതിൻ്റെ മെയിൻ ഹെഡിങ്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. മെറ്റീരിയൽസ്, പ്രിപ്പറേഷൻ ഓഫ് മോർട്ടാർ, ലേയിങ് ഓൺ സർഫസ്, പ്രിപ്പറേഷൻ ഓഫ് സർഫസ്, ലേയിങ്, ക്യൂറിങ്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിലൊക്കെ നമുക്ക് ഇപ്പം തന്നെ പറയാതെ തന്നെ ഒരുപാട് പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും, അല്ലേ? മെറ്റീരിയൽസ് സ്വാഭാവികമായിട്ടും എന്താണ്? സിമെന്റും സാൻഡും, അല്ലേ? മോട്ടാറാണ് നമ്മൾ പ്ലാസ്റ്ററിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. സിമെന്റ്, സാൻഡ് പ്ലസ് വാട്ടർ. അപ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ്? നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിമെന്റ് എന്ന് പറയുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണ്, അല്ലേ? പിന്നെ അതേപോലെ തന്നെ അത് ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം. ഗ്രേഡ് എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ആയിരിക്കണം. അതായത് നമ്മുടെ എഞ്ചിനീയർ പറയുന്ന ഗ്രേഡ് ഏതാണോ ആ ഗ്രേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷൻസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏത് ഗ്രേഡ് സിമെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ സാൻഡ് എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം, അല്ലേ? നല്ല ഡേർട്ടും ഒന്നും ഇല്ലാത്ത സാൻഡ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയുള്ള മെറ്റീരിയൽസിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ വാട്ടർ എന്ന് പറയുന്നത് പോർട്ടബിൾ വാട്ടറാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടറാണ്. ഡ്രിങ്കിങ് വാട്ടർ ഏതാണോ അതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പ്രിപ്പറേഷൻ ഓഫ് മോട്ടാറിൻ്റെ അണ്ടറിൽ എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും? മോട്ടാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആദ്യം നമ്മൾ സാൻഡ് ഇടുന്നു, ദെൻ സിമെന്റ്, ദെൻ വാട്ടർ മിക്സ് ചെയ്യുന്നു. ഒരു യൂണിഫോം കളറ് വാട്ടർ ഒഴിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? അത് നന്നായിട്ട് യൂണിഫോം കളർ അച്ചീവ് ചെയ്യുന്നതുവരെ മിക്സ് ചെയ്യും. ദെൻ നമ്മൾ വാട്ടർ ആഡ് ചെയ്യും, അല്ലേ? എന്നിട്ട് നമ്മൾ ഷവൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഹാൻഡ് മിക്സിംഗ് ആണെങ്കിൽ നമ്മൾ ഷവൽ യൂസ് ചെയ്യും. ഷവൽ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യും, അല്ലേ? അപ്പോൾ അതിൽ വാട്ടർ സിമെന്റ് റേഷ്യോ ഉണ്ടായിരിക്കും. അപ്പോൾ വാട്ടർ സിമെന്റ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിരിക്കും. ദെൻ പ്രിപ്പറേഷൻ ഓഫ് സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെയാണ് മെയിൻ പോയിന്റ്സ്. നമുക്ക് പോയിന്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം, പക്ഷെ നിങ്ങൾ എത്രയെങ്കിലും അതിനകത്തൊന്ന് എഴുതിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ജസ്റ്റ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ എവിടെയാണോ മോട്ടാർ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സർഫസിന്റെ പ്രിപ്പറേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വാളാണെന്ന് വെച്ചാൽ അവിടെ പ്രത്യേകിച്ച് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും നമ്മളത് ക്ലീൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് പ്ലാസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? സർഫസ് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യണം.
എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കാരണം ഈ മോട്ടാറിലെ വാട്ടർ കണ്ടന്റ് വാൾ എന്ത് ചെയ്യാൻ പാടില്ല, വാൾ വലിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സർഫസ് ഒന്ന് നന്നായിട്ട് വെറ്റ് ചെയ്യണം. പിന്നെ അതെങ്ങനെയാണ് ലൈ ചെയ്യുന്നത്, നമുക്ക് പോയിന്റ്സ് ആൻഡ് ഡോട്ട്സ് ആൻഡ് ട്രീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. സാധാരണ ആ മെത്തേഡിലാണ് എല്ലാവരും ചെയ്യുന്നത്. കാരണം നമ്മുടെ യൂണിഫോം ആയിട്ട് വേണം പ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്യാൻ അല്ലേ? നിങ്ങളെ വീട്ടിലൊക്കെ ഒന്ന് വോളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ടായിരിക്കും പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ആൻഡുലേഷൻസ് ഒന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് ലെവൽ ചെയ്ത് ഒരു പ്ലെയിൻ സർഫസ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ലേയിങ് ഒക്കെ ചെയ്യുന്നത്. സ്ട്രൈറ്റ് എഡ്ജ് നമ്മൾ കൺസ്ട്രക്ഷൻ ലാബിൽ നിങ്ങൾ എന്താ സ്ട്രൈറ്റ് എഡ്ജ് എന്നൊക്കെ പറ്റി പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്ട്രൈറ്റ് എഡ്ജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, അതുപോലെ ഫ്ലോട്ട്, സ്ട്രൈറ്റ് എഡ്ജ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യും, ദെൻ ഫ്ലോട്ട് യൂസ് ചെയ്തിട്ട് സർഫസ് നന്നായിട്ട് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യാൻ സർഫസ് നന്നായിട്ട് ഒന്ന് സ്മൂത്തൻ ചെയ്യും. ഓക്കെ, ദെൻ ക്യൂറിങ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂറിങ് ചെയ്യാൻ പറ്റും. ഒരു 7 ദിവസം വരെയൊക്കെ നമ്മൾ ക്യൂറിങ് ചെയ്യും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് മെറ്റീരിയൽസിൻ്റെ അണ്ടറിൽ പറയുന്നത് എന്നുള്ളത്. മെറ്റീരിയൽസിൻ്റെ അണ്ടറിൽ അപ്പോൾ നിങ്ങൾ ഇത്രയും പോയിന്റെങ്കിലും നിങ്ങൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ കൂടെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ? ജസ്റ്റ് ആ ഒരു എങ്ങനെയാണ് നമ്മൾ സാധാരണ വീട്ടിൽ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാവരും കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ടുള്ളതും കണ്ടിട്ടുള്ളതും, കൺസ്ട്രക്ഷൻ സൈറ്റ് ഒന്നും വേണ്ട, നമ്മുടെ വീട് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊരു വീട് ഉണ്ടാക്കുന്നത് കാണാത്തതായിട്ട് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എഴുതേണ്ട പോയിന്റ്സ് കുറച്ചൊക്കെ കിട്ടും. ദെൻ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്പെസിഫിക്കേഷൻസിൻ്റെ അണ്ടറിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് കിട്ടും. മെറ്റീരിയൽസ് എന്തൊക്കെയാണ് മെറ്റീരിയൽസിനെ പറ്റി പറയുന്നത്? സിമെന്റ് ഷാൾ ബി ഫ്രഷ് പോർട്ട്ലാൻഡ് സിമെന്റ് ആൻഡ് സാൻഡ് ഷാൾ ബി മീഡിയം ക്വാളിറ്റി ക്ലീൻഡ് ഫ്രീ ഫ്രം ഓർഗാനിക് മാറ്റേഴ്സ് ഓർ സാൾട്ട്സ്. അപ്പോൾ എന്തായിരിക്കണം, സാൻഡ് ക്ലീൻ ആയിരിക്കണം, ഓർഗാനിക് മാറ്റർ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഡേർട്ട് ഉണ്ടാവാൻ പാടില്ല, ഡസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ദെൻ ഓൾ മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് വാട്ടർ ഷാൾ ബി സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ. അതായത് വാട്ടർ അടക്കം നമ്മൾ പറഞ്ഞല്ലോ, പോർട്ടബിൾ വാട്ടറാണ് നമ്മൾ സാധാരണ ഒരു കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, സോൾട്ടിൻ്റെ കണ്ടന്റ് ഒക്കെ കുറവായിരിക്കണം. സാൻഡിലും അതുപോലെ തന്നെ വാട്ടറിലും എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് വാട്ടറും മെറ്റീരിയൽസും നമ്മൾ യൂസ് ചെയ്യില്ല. കാരണം എന്താണ്, അതിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും. ഇപ്പോൾ നമ്മുടെ സാൻഡിനകത്ത് ഇപ്പോൾ നമ്മൾ സീ സാൻഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് സോൾട്ടിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എഫ്ലോറസെൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലേ എന്താ എഫ്ലോറസെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇപ്പോൾ സോൾട്ട് കണ്ടന്റ് ഉള്ള സാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു പ്ലാസ്റ്ററിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളത് മിക്സ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അത് ലേ ചെയ്യുമ്പോഴൊന്നും നമുക്ക് അതിൻ്റെ പ്രശ്നം മനസ്സിലാവില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തുണ്ടായിരിക്കും, ഒരു സോൾട്ടി അപ്പിയറൻസ് ഉണ്ടായിരിക്കും, ഒരു പതഞ്ഞ് വന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു സോൾവെന്റ്, ഒരു ഇതുണ്ടായിരിക്കും അവിടെ, ഒരു സോൾട്ടി ഫീലിംഗ് ഉണ്ടായിരിക്കും. അപ്പം അത് അതിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ അപ്പിയറൻസിനെ ബാധിക്കും. പ്രിപ്പറേഷൻ ഓഫ് മോട്ടാർ അടുത്തതാണ് പ്രിപ്പറേഷൻ ഓഫ് മോട്ടാർ. അപ്പം നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞതായിരുന്നു എങ്ങനെയാണ് മോട്ടാർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഒരു ഹാർഡ് ആയിട്ടുള്ള സർഫസ് ആയിരിക്കണം. ദെൻ മെറ്റീരിയൽസ് എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. The material should be first mixed dry thoroughly till uniform color in the required proportion and then should be mixed wet, adding water slowly and gradually for least 4 times to give the uniform paste. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഡ്രൈ മിക്സ് ചെയ്യണം, ദെൻ വെറ്റ് മിക്സ് ചെയ്യണം. അപ്പോൾ വെറ്റ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഒരു 4 തവണയെങ്കിലും നമ്മൾ അതൊന്ന് വാട്ടർ 3-4 തവണയായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരുമിച്ച് നമ്മൾ ഒരിക്കലും വാട്ടർ ആഡ് ചെയ്യില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളൊരു മെറ്റീരിയൽസ് ആഡ് ചെയ്തതൊന്ന് ഡ്രൈ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടുവിലൊരു ചെറിയ ഡിപ്രഷൻ ഉണ്ടാക്കും അല്ലേ? ആ ഡിപ്രഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഗ്രാജുവൽ ആയിട്ടാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 3-4 തവണയായിട്ട് വാട്ടർ ആഡിട്ട് യൂണിഫോം പേസ്റ്റ് കിട്ടുന്നവരെ ഒരു ഷവൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ദെൻ such a material shall be prepared at a time as can be used within the initial setting time of cement.
അതായത് നമ്മുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന്റെ മുന്നേ തന്നെയായിട്ട് നമ്മൾ ആ മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് എ സിമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ കോൺക്രീറ്റ് ലാബിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് സിമെന്റിന്റെ നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഈ 30 മിനിറ്റിനെക്കാട്ടിലും അതായത് 30 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ആ പ്രിപ്പയർ ചെയ്ത മിക്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ഒരു കണ്ടീഷൻ. 30 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ആ മിക്സ് വെക്കാൻ പാടില്ല. കാരണം 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് യൂസ് ചെയ്യണം. Then preparation of surface. The surface of the wall shall be brushed, cleaned, washed, watered and wetted with water before plastering. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ? നന്നായിട്ട് ക്ലീൻ ചെയ്യണം, ബ്രഷോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട്, ദെൻ വാഷ് ചെയ്യണം, ദെൻ വാട്ടർ, അതായത് നന്ന് സർഫസിൽ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടായിരിക്കും, പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് മുന്നേ അവിടെ നമ്മൾ വാട്ടർ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, അപ്പം അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് സിമെന്റ് പ്ലാസ്റ്റർ ഓഫ് on cement concrete, the surface shall be lightly roughened, cleaned, washed and wetted. അപ്പോൾ നമ്മൾ സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ എപ്പോഴും കോൺക്രീറ്റ് നമ്മുടെ ബ്രിക്ക് വർക്കിന്റെ മുകളിലായിരിക്കില്ല പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സിമെന്റ് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സിമെന്റ് കോൺക്രീറ്റ്. ഇപ്പോൾ ഒരു ഒരു കോളാണ് വിചാരിക്കൂ, അത് നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക, RCC ആയിരിക്കും. അപ്പോൾ അതിന്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആ വാൾ എന്ന് പറയുന്നത് കുറച്ചൊക്കെ സ്മൂത്ത് ആയിരിക്കും അല്ലേ? കാരണം നമ്മൾ ആ ഒരു ഫോം വർക്ക് കൊടുത്തിട്ടുള്ളത്, ഫോം വർക്കിന്റെ അകത്തായിട്ടായിരിക്കും നമ്മൾ കോൺക്രീറ്റ് ഫിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് സ്മൂത്ത് ആയിരിക്കും അതിന്റെ പുറം ഭാഗം. അപ്പോൾ ഒരു സ്മൂത്ത് സർഫസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. എന്താണ്? ആ സ്മൂത്ത് സർഫസിന്ന് പ്ലാസ്റ്റർ നമ്മൾ ആ ഒരു മോട്ടാർ നമ്മൾ അതിനകത്തോട്ട് അടിക്കുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യും? താഴത്തേക്ക് പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് റഫൻ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമെന്റ് കോൺക്രീറ്റിന്റെ മുകളിലാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യണം? എന്തെങ്കിലും ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളത് റഫൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ക്ലീൻ ചെയ്യണം, വാഷ് ചെയ്യണം. അതൊക്കെ നമ്മൾ ഏത് സർഫസ് ആണെങ്കിലും അതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. Then to ensure uniform thickness of plaster as specified, narrow strips of 10 cm wide plaster shall be applied first at a distance of about 1 meter centers, and gap between such strips immediately be filled with mortar. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പോയിന്റ്സ്, ഡോട്ട്സ് ആൻഡ് ക്രീഡ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പൊ നമ്മൾക്ക് ഒരു സർഫസിൽ ഒരു 10 മീറ്ററുള്ള ഒരു വാളാണെന്ന് വിചാരിക്കും, ഒരു 5 മീറ്റർ. അപ്പോൾ ആ 5 മീറ്റർ വാളിലും നമ്മൾ ഒരു 1 സെന്റിമീറ്റർ തിക്നെസ്സിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നുണ്ടാവുക? പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. ആസ് സ്പെസിഫൈഡ് 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ നമുക്ക് ആ 2 സെന്റിമീറ്റർ എല്ലാ ഭാഗത്തും ഒരുപോലെ അച്ചീവ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഒരു 1 മീറ്റർ ഗ്യാപ്പിൽ ഡോട്ട്സ് ഉണ്ടാക്കും, ഒരു 10 സെന്റിമീറ്റർ വൈഡ് ആയിട്ടുള്ള ഡോട്ട്സ്. ഓക്കെ, അതായത് കുറച്ച് സിമെന്റ് മോട്ടാർ നമ്മൾ എന്ത് ചെയ്യും? ഒരു 10 സെന്റിമീറ്റർ വൈഡിലായിട്ട് അവിടെ തേച്ച് വെക്കും. ഓക്കെ, ഇനി നമ്മൾ ഡോട്ട്സ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെയിട്ടും ഇതേപോലെ തന്നെ ഒരു 10 സെന്റിമീറ്റർ വൈഡിൽ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഒരു സ്ട്രൈറ്റ് എഡ്ജ് യൂസ് ചെയ്തിട്ട് അതിന്റെ ലെവല് ഒപ്പല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ലെവല് അതിന്റെ രണ്ടിന്റെ ലെവല് കൃത്യം ഒപ്പല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഡോട്ട്സിന്റെ നടുവിൽ പിന്നെ മോട്ടാർ ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഡോട്ട്സ് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? യൂണിഫോം ആയിട്ടുള്ള തിക്നെസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഭാഗത്ത് ഇപ്പൊ ഒരു 2 സെന്റിമീറ്റർ ആണെങ്കിൽ അടുത്ത ഭാഗത്ത് 3 സെന്റിമീറ്റർ ആവാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പൊ ചിലപ്പോൾ വാൾസിൽ തന്നെ ചിലപ്പോൾ ഒരു അണ്ടുലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ രണ്ടും ഒരേ ലെവലിക്ക് നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോട്ട്സ് ആൻഡ് ക്രീഡ്സ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രൈറ്റ് എഡ്ജ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് ലെവൽ ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, അതായത് കംപ്ലീറ്റ് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സർഫസ് സ്മൂത്തൻ ചെയ്യുന്നത്. സർഫസ് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്ലോട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഫ്ലോട്ട് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 1 മീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. സച്ച് സ്ട്രിപ്പ് ഷാൾ ബി ഇമ്മീഡിയറ്റ്ലി ബി ഫിൽഡ് വിത്ത് മോട്ടർ. ഓക്കെ, അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ അപ്പം തന്നെ മോട്ടാർ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യണം.
അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ജോയിന്റ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ മുന്നേ തന്നെ നമ്മൾ ആ ഫ്രഷ്ലി പ്രിപ്പയർഡ്, അതായത് വിത്തിൻ 30 minutes തന്നെ നമ്മൾ ആ ഗ്യാപ്പ് എന്ത് ചെയ്യണം, ഫിൽ ചെയ്യണം. അതാണ് ഫ്ലോട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ സർഫസ് സ്മൂത്തൻ ചെയ്യുന്നതാണ് എന്താണ് ഡോട്ട്സ് ആൻഡ് ക്രീഡ്സ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ സർഫസിൽ 2 ഡോട്ട്സ് ഉണ്ടാക്കും. ഓക്കെ, 1 meter ഗ്യാപ്പിൽ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. ഇതാണ് ആദ്യം നമ്മൾ ഇവിടെ ഒരു ഡോട്ട് ക്രിയേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇതാണ് 1 meter ഗ്യാപ്പിൽ നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്തു, അതിന്റെ അതേപോലെ തന്നെ നമ്മൾ 2 ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ടിന്റെയും ലെവല് ചെക്ക് ചെയ്യും. ഈ 2 ഡോട്ട്സിന്റെയും ലെവല് ഒരേ ലെവൽ അല്ലേ എന്നുള്ളത് എന്ത് യൂസ് ചെയ്ത്, സ്ട്രൈറ്റ് എഡ്ജ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ആ ലെവലിനനുസരിച്ചിട്ട് നമുക്ക് മോട്ടാർ പിന്നെ ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ഇതിനാണ് എന്ത് പറയുന്നത്, സ്ക്രീഡ് എന്ന് പറയുന്നത്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നമ്മൾ പിന്നീട് ഫില്ല് ചെയ്യുന്ന മോട്ടാറിനെയാണ് സ്ക്രീഡ് എന്ന് പറയുന്നത് കേട്ടോ. വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണ് വെച്ചാൽ വെർട്ടിക്കൽ സ്ട്രിപ്പ്. ഓക്കെ, ഇവിടെ നിങ്ങൾ സാധാരണ ഹൊറിസോണ്ടലി വെർട്ടിക്കലി നമ്മൾ ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പിനെയാണ് നമ്മൾ സ്ക്രീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രൈറ്റ് എഡ്ജ് യൂസ് ചെയ്ത് നമുക്ക് ലെവൽ ചെയ്യാം. ഇത് നമ്മൾ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സ്പിരിറ്റ് ലെവൽ എന്തിനാണ്, ഹൊറിസോണ്ടാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു വാളിന്റെ എണിച്ചാൽ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലംബോബ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഇവിടെ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താ നിങ്ങൾ എല്ലാവരും പ്ലംബോബ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്ലംബോബിന്റെ തൊട്ട് മുകളിലായിട്ട് ഇതുണ്ടെങ്കിൽ ഒരു സ്ക്വയറിലൊരു കട്ട ഉണ്ടായിരിക്കും. എന്നിട്ട് അത് നമ്മൾ ഒരു വാളിന്റെ ടോപ്പ് പൊസിഷനിൽ വെച്ചിട്ട് ഇതാണ്ടോ ഈ ഒരു പ്ലംബോബ് അപ്പം എന്തായിരിക്കണം, കൃത്യമായിട്ട് ഇതാണ്ടോ ഇങ്ങനെ നിൽക്കണം. ഈ ഒരു സർഫസിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് വേണം നിൽക്കാൻ. ഈ 2 വാളും എന്താണ്, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വാളാണ്. ഒന്ന് ഒത്തിരി ഇൻക്ലൈൻഡ് ആയിട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ, പ്ലംബോബ് വല്ലാണ്ട് ഇങ്ങോട്ട് അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഇത് കുറച്ച് ഇൻക്ലിനേഷൻ ഇങ്ങോട്ടാണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ഈ ഒരു പ്ലംബോബ് എന്ന് പറയുന്നത് കണ്ടോ ഈ വാളിലോട്ടും ടച്ച് ചെയ്യാതെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ദെൻ സ്പിരിറ്റ് ലെവൽ എന്താണെന്ന് നമുക്കറിയാലോ. സ്പിരിറ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടാലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സർഫസിൽ സ്പിരിറ്റ് ലെവൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പിരിറ്റ് ലെവലിനകത്തൊരു ബബിൾ ഉണ്ടായിരിക്കും. ആ ബബിൾ കൃത്യമായിട്ട് സെന്ററിലായിരിക്കും നിൽക്കേണ്ടത്. കാരണം ആ സർഫസ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ, ഓക്കെ, ആ സർഫസ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഇപ്പോൾ ഒരു സർഫസിന്റെ ഹൊറിസോണ്ടാലിറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജസ്റ്റ് ആ സർഫസിൽ ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബബിൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു സർഫസിന്റെ ഹൊറിസോണ്ടാലിറ്റി അറിയാൻ പറ്റും. നമ്മൾ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ബോൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ടോപ്പ് പൊസിഷനിലൊക്കെ നമുക്ക് ഹൊറിസോണ്ടാലിറ്റി ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ആ സർഫസിൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പിരിറ്റ് ലെവലിനകത്തുള്ള ബബിളിന്റെ പൊസിഷൻ വെച്ചിട്ട് അത് ഹൊറിസോണ്ടൽ ആണോ അല്ലേ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സ്ക്രാച്ചേഴ്സ് നമുക്ക് ഇങ്ങനെ വല്ല ഇതൊക്കെ ഹാച്ചിങ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, റഫൻ ചെയ്യണമെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് സ്ക്രാച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സെറ്റ് സ്ക്വയർ നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ സ്ട്രൈറ്റ് എഡ്ജ് പിന്നെ അതേപോലെ തന്നെ ഇത് ഒരു സൈഡിൽ ഓരോരുത്തർ ഓരോ പോലെ യൂസ് ചെയ്യുമല്ലോ. ദെൻ ലേയിങ്. ദ പ്ലാസ്റ്ററിംഗ് ഷോuld be started from the top and work towards the ground. എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. മുകളിൽ നിന്ന് താഴേക്കാണ് പ്ലാസ്റ്ററിംഗ് ചെയ്തു വരിക. ഓക്കെ, the whole surface shall be made flush with wooden straight edge and rubbed thoroughly with wooden floats to ensure the even surface. നമ്മൾ പറഞ്ഞല്ലോ, സ്ട്രൈറ്റ് എഡ്ജ് യൂസ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള മോട്ടാർ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇങ്ങനെ വടിച്ചെടുക്കും. ഓക്കെ, അത് നമ്മൾ ഫ്ലഷ് ചെയ്തെടുക്കും. ദെൻ നമ്മൾ ആ സർഫസ് ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ലെവൽ ആയിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിനെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ട് യൂസ് ചെയ്യുന്നത്. Then roughening of the corners, rounding of the corners if desired by the engineer in charge shall be carried out in one operation. ഇപ്പം നമുക്ക് കോർണേഴ്സ് ഒക്കെ റൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് സാധാരണ കോർണേഴ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഞ്ചിനീയേഴ്സ് പറയുന്നത് പോലെ നമ്മൾ കോർണേഴ്സ്
റൗണ്ട് ചെയ്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ ആയിട്ടുള്ള കോർണേഴ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then plastering, അടുത്തത് ക്യൂറിങ്ങിന്റെ കാര്യമാണ്. പ്ലാസ്റ്ററിംഗ് സർഫേസ് ഷാൾ ബി കെപ്റ്റ് വെറ്റ് ബൈ സ്പ്രിംഗ്ലിംഗ് വാട്ടർ ആഫ്റ്റർ 12 hours ഫോർ അറ്റ്ലീസ്റ്റ് 7 days ആൻഡ് ഷാൾ ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ റെയിൻ ഓർ സൺ. അതായത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഒരു 7 ദിവസം വരെ ക്യൂർ ചെയ്യണം. ഓക്കെ, 7 ദിവസമെങ്കിലും നമ്മൾ മിനിമം 7 ദിവസമെങ്കിലും ക്യൂർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ആ സമയത്ത് അതായത് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ആ ഒരു നമ്മുടെ മോട്ടാർ ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും ഡയറക്ട്ലി സണ്ണിനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ റെയിനോ അതിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് പെട്ടെന്ന് ഒരുപാട് വെയിൽ നമ്മുടെ ആ ഒരു സർഫസ് കൊണ്ടുകഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ഷ്രിങ്കേജ് ക്രാക്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സണ്ണൊന്ന് നമ്മുടെ റെയിൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതൊക്കെ ഒലിച്ചു പോകും അല്ലേ, അതൊക്കെ ആകെ ഡിസോർഡർ ആവും. അപ്പോൾ നമ്മൾ ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം റെയിൻ ഓർ സൺ. then അടുത്തത് പെയിന്റിങ്ങിന്റെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാസ്റ്ററിങ്ങിന്റെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അണ്ടറിൽ എഴുതേണ്ടത് എന്നുള്ളത്, മെറ്റീരിയൽസ്. അതേപോലെ തന്നെ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. അടുത്ത് പെയിന്റിങ്. പെയിന്റിങ്ങും ഇതേപോലെ തന്നെ ഒരുപാട് പോയിന്റ്സ് പറയുന്നുണ്ടെങ്കിലും നിങ്ങളൊരു 7 മാർക്കിനുള്ള പോയിന്റ്സുകൾ ഇതിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പഠിച്ചു വെക്കുക. കാരണം എക്സാമിന്റെ സമയത്ത് നമുക്ക് അത്രയും മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം പറയണമല്ലോ, ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എല്ലാം എടുക്കണമല്ലോ. Then painting. The brand of the paint shall be specified and ready-made paint of the required color should be used. ബ്രാൻഡ്, അതായത് ഏത് ബ്രാൻഡ് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആസ് പെർ ദി സ്പെസിഫിക്കേഷൻ എഞ്ചിനീയേഴ്സ് പറഞ്ഞു തരും. അതേപോലെ തന്നെ റെഡിമെയ്ഡ് പെയിന്റ് ഓഫ് ദ റിക്വയർഡ് കളർ ഷുഡ് ബി യൂസ്ഡ്. അതേപോലെ തന്നെ കളറും ബ്രാൻഡും അവർ പറയുന്നതിനനുസരിച്ചിട്ട് അവരുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്തു കൊടുക്കാൻ. ഇഫ് തിന്നിങ് ഇസ് റിക്വയർഡ്, പ്യുവർ ടർപ്പൻറ്റൈൻ മേ ബി ആഡഡ് ടു ദ റിക്വയർഡ് എക്സ്റ്റെൻഡ്. അതായത് തിന്നിങ്, ഇപ്പം നമുക്ക് പെയിന്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഭയങ്കര തിക്കായിരിക്കും. ഓക്കെ, അപ്പം അതൊന്ന് വർക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് ടർപ്പൻറ്റൈൻ യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, അതൊന്ന് തിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അത് ഒന്ന് കട്ടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ടർപ്പൻറ്റൈൻ യൂസ് ചെയ്യാം. അപ്പോൾ ഏത് എക്സ്റ്റെൻഡ് വരെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒന്നില്ലെങ്കിൽ എഞ്ചിനീയേഴ്സിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് വർക്കബിൾ ആയിട്ടൊരു പെയിന്റ് കിട്ടുന്നത് വരെ നമുക്ക് ആ ടർപ്പൻറ്റൈൻ തിന്നിങ്ങിന് വേണ്ടി, തിന്നിങ് ഏജന്റാണ് ടർപ്പൻറ്റൈൻ. അതായത് നമുക്ക് ആ ഒരു കട്ടി ഉള്ള ആ ഒരു പെയിന്റിനെ ഒന്ന് ലൂസൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടർപ്പൻറ്റൈൻ യൂസ് ചെയ്യുന്നത്. The surface shall be made perfectly smooth by rubbing with a sandpaper or different grades, first with a coarse one and then successively with fine sandpapers. All holes and join should be filled with a strong putty or with a mixture of glue and plaster of Paris and smoothened by rubbing with sandpaper. അതായത് നമുക്ക് പെയിന്റ് ചെയ്യേണ്ട സർഫസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി സ്മൂത്ത് ആയിരിക്കണം. നമ്മൾ എവിടെയാണോ പെയിന്റ് ചെയ്യുന്നത്, സ്വാഭാവികമായിട്ടും പ്ലാസ്റ്റർ ചെയ്ത സർഫസിന്റെ മുകളിലാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പെയിന്റ് ചെയ്യുന്ന ആ ഒരു സർഫസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും ചെറിയ ഹോൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പുട്ടി വെച്ച് ഫില്ല് ചെയ്യണം. ഇപ്പോഴൊക്കെ സാധാരണ എല്ലാവരും പ്ലാസ്റ്ററിങ് ചെയ്തതിന്റെ തൊട്ട് മുകളിലായിട്ട് പുട്ടിയിടും അല്ലേ. പക്ഷെ ഇപ്പോൾ നമുക്ക് ഒത്തിരി എക്സ്പെൻസീവ് അല്ലാത്ത, നമുക്ക് സാധാരണ റെസിഡൻഷ്യൽ ബിൽഡിങ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാട്ടോ ഈ പുട്ടി വർക്കൊക്കെ. പക്ഷെ അല്ലാത്തൊരു കേസിലാണ് വെച്ചാൽ നമുക്ക് സാധാരണ ഡോട്ട്സ്, നമുക്ക് എന്തെങ്കിലും ഹോൾസോ അല്ലെങ്കിൽ ജോയിന്റ്സ് ഒക്കെ വരുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ പുട്ടിയിടുള്ളൂ. ഓക്കെ, അല്ലാത്ത പക്ഷം അത് നമ്മൾ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്മൂത്തൻ ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ കോഴ്സ് സാൻഡ് പേപ്പർ, അതായത് സാൻഡ് പേപ്പറിന് ഓരോരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ. 0 തൊട്ട് വരുന്ന സാൻഡ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കോഴ്സ് 1 ആണ് യൂസ് ചെയ്യുക, അത് വെച്ച് റബ്ബ് ചെയ്യും. ദെൻ അതിൻ്റെ തൊട്ട് ലോവർ ആയിട്ടുള്ള ഗ്രേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ സർഫസ് നന്നായിട്ട് സ്മൂത്തൻ ചെയ്യും. ഓക്കെ, ദെൻ എന്നിട്ടാണ് നമ്മൾ അതിനകത്ത് പെയിന്റ് അടിക്കുന്നത്. സ്റ്റീൽ വർക്കിന്റെ കേസിലാണെങ്കിൽ നമ്മൾ അതിന്റെ റസ്റ്റ് എല്ലാം എന്ത് ചെയ്യണം, ഉരച്ചു കളയണം.
ഇപ്പോൾ സ്റ്റീല് ആകുമ്പോൾ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്തെങ്കിലും റസ്റ്റ് ഉണ്ടായിരിക്കും, കൊറോഷൻ ഒക്കെ ഉള്ളതുപോലെ റസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ റസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഉരച്ച് കളയണം. എന്നിട്ട് അതും നമ്മൾ സ്റ്റീൽ വർക്ക് നന്നായിട്ട് സ്മൂത്തൻ ചെയ്തതിന് ശേഷം മാത്രമേ പെയിന്റിങ്ങിലേക്ക് കടക്കുള്ളൂ. Number of coats shall be specified in new work. One priming coat and then 2 coats of paint shall be applied. അതായത് നമ്മൾ എത്ര നമ്പർ ഓഫ് കോട്ട്സ് അപ്ലൈ ചെയ്യണം എന്നുള്ളത് സാധാരണ 2 കോട്ട്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആസ് പെർ ദ സ്പെസിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് എഞ്ചിനീയേഴ്സ് പറയുന്ന ഇതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ആദ്യം ഒരു പ്രൈമിങ് കോട്ട് ആഡ് ചെയ്യും, ദെൻ 2 കോട്ട് എക്സ്ട്രാ നമ്മൾ പെയിന്റ് ആഡ് ചെയ്യും. ഓക്കെ, ചിലപ്പോൾ നമ്പർ ഓഫ് കോട്ട്സ് എന്ന് പറഞ്ഞാൽ ചിലവർ പ്രൈമിങ് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനൊക്കെ ഒരു പ്രൈമിങ് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കോട്ടൊക്കെ അടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇപ്പോഴൊക്കെ 2 കോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പെയിന്റിംഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടെ എത്ര കോട്ട് അടിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് എഞ്ചിനീയേഴ്സ് പറയുന്ന ഇതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എത്ര കോട്ട് അടിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാനായിട്ട്. Then paint shall be applied with brushes evenly and smoothly by crossing and laying off in direction of grains of wood, and no brush marks shall be visible. അതായത് ഇപ്പൊ നമ്മൾ പെയിന്റിങ് ചെയ്യുമ്പോൾ എപ്പോഴും സ്മൂത്ത് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് നമുക്കൊരു സ്മൂത്ത് ഈവൻ സർഫസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ബ്രഷിന്റെ പാടുകളൊന്നും കാണാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വുഡ് വർക്കിലാണ് പെയിന്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കും. വുഡ് വർക്കിലാണെങ്കിൽ ഗ്രെയിൻസിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഈ ഒരു നാരുകൾ ഉണ്ടാവില്ലേ, നിങ്ങൾ വുഡ് വർക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഗ്രെയിൻസിന്റെ ഡയറക്ഷൻ ഏത് ഭാഗത്തേക്കാണോ അതിലൂടെ വേണം നമ്മൾ പെയിന്റ് ചെയ്യാൻ. അതിനെ ക്രോസ് ആയിട്ട് പെയിന്റ് ചെയ്യരുത്. അതൊരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് വർക്കിംഗ് വളരെ സ്മൂത്ത് ആയിരിക്കും. ഗ്രെയിൻസിന്റെ ഡയറക്ഷനാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ എപ്പോഴും നമ്മൾ ഗ്രെയിൻസിന്റെ ഡയറക്ഷനിലായിരിക്കും പെയിന്റിങ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ ഒരു വാളിലാണ്, അതായത് പ്ലാസ്റ്റേർഡ് സർഫസിലാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നതെങ്കിൽ സ്മൂത്ത് ആൻഡ് ഈവൻ സർഫസ് കിട്ടുന്നത് വരെയാണ് നമ്മൾ പെയിന്റിങ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബ്രഷ് മാർക്കൊന്നും അതിനകത്ത് കാണാൻ പാടില്ല. സ്മൂത്ത് ആൻഡ് ഈവൻ സർഫസ് വേണം നമുക്ക് കിട്ടാനായിട്ട്. Each coat shall be perfectly dry before the next is applied. Before the next coat is applied, the surface shall be rubbed with number 0 sandpaper to give a smooth and glazed surface. അപ്പോൾ ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്ത കോട്ട് അടിക്കുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, പെയിന്റിംഗ് ഒക്കെ. അപ്പോൾ നമ്മൾ ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് സ്മൂത്തൻ ചെയ്തിട്ട് വേണം അടുത്തത് അടിക്കാൻ. അപ്പോൾ അതൊന്നും നമ്മൾ ഞാൻ സാധാരണ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് സൈറ്റിലൊക്കെ പോകുന്നവരൊക്കെ എനിക്ക് ഒന്ന് ശ്രദ്ധിക്കാം, കാണുന്നവരൊക്കെ. ഓക്കെ, then the paint should be stirred in the container immediately before use. പെയിന്റ് നന്നായിട്ട് എന്ത് ചെയ്യണം, സ്റ്റിർ ചെയ്യണം, ഇളക്കണം അല്ലെ. യൂസ് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പെയിന്റ് അടിക്കാൻ. ഓക്കെ, കാരണം ഒരു സ്മൂത്ത്, ഇപ്പൊ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചാൽ കുറെ നാൾ ഇരുന്നിരുന്നതെങ്കിൽ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ ആ ഒരു സ്മൂത്ത് ആൻഡ് ഈവൻ ഹോമോജീനിയസ് മിക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് സ്റ്റിർ ചെയ്യണം എന്ന് പറയുന്നത്. Brushes should be cleaned and washed with turpentine at the end of day work and kept dry. നമുക്ക് ബ്രഷ് ഉണ്ടായിരിക്കും അല്ലെ, ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്യുന്നതെങ്കിൽ ബ്രഷ്, അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു ഇതുണ്ടല്ലോ പെയിന്റിങ് ചെയ്യുന്നതിന്. അപ്പോൾ ബ്രഷ് നമ്മൾ എന്ത് ചെയ്യണം, വർക്കിന്റെ അവസാനം വരെ നമ്മുടെ ഒരു ഡേയുടെ അവസാനം നമ്മളത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ടർപ്പന്റൈൻ യൂസ് ചെയ്തിട്ടാണ് സാധാരണ ക്ലീൻ ചെയ്യാറ്. ടർപ്പന്റൈൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ബ്രഷ് നന്നായിട്ട്, ആ ബ്രഷിനകത്ത് പിന്നെ പെയിന്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, അത്രയും നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് പെയിന്റ് ഉണ്ടെങ്കിൽ അത് ആ ബ്രഷിന്റെ നാരുകളൊക്കെ പഴൊട്ടി പിടിച്ച് നമുക്ക് പിന്നെ ദിവസം നമുക്ക് പിന്നെ പെയിന്റ് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ടായിരിക്കും, ബ്രഷിന്റെ മാർക്ക് വീഴും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ബ്രഷ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. If stiff paint is used, it should be first prepared by mixing with double boiled linseed oil and turpentine to form a thin cream. Stiff paint ആണ് വെച്ചാൽ നമ്മൾ ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത് ഒരു വെഹിക്കിളാണ്. വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഈ ഒരു പെയിന്റിനെ ഒന്ന്
നന്നായിട്ട് ലൂസൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സ്റ്റിഫ് ആയിട്ടുള്ള പെയിന്റ് ആണെങ്കിൽ നമ്മൾ ലിൻസീഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ഒന്ന് തിൻ ചെയ്യും. ഓക്കെ, ഒന്ന് വർക്കബിൾ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ലിൻസീഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മിക്സ് ചെയ്യാനായിട്ട്. ഇഫ് ഓൾഡ് പെയിന്റ് ഈസ് ടു ബി റിമൂവ്ഡ്, ഇറ്റ് മേ ബി removed by washing with soda water or with caustic soda, blowing with blow lamp and scraping or by using any patent remover. അപ്പോൾ നമുക്ക് ഓൾഡ് പെയിന്റ് റിമൂവ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് വരും. ഓക്കെ, അപ്പോൾ ആ ഓൾഡ് പെയിന്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്തിട്ട് വേണം നമ്മുടെ പുതിയ കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ കോസ്റ്റിക് സോഡ യൂസ് ചെയ്തിട്ട് വേണം അത് എന്ത് ചെയ്യാൻ, നന്നായിട്ട് വാഷ് ചെയ്യാൻ. ഓക്കെ, ഓർ ബ്ലോയിങ് വിത്ത് ബ്ലോ ലാമ്പ് ആൻഡ് സ്ക്രാപ്പിംഗ്, നമുക്ക് എന്ത് സ്ക്രാപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം, അതിങ്ങനെ ഉരച്ച് കളയുമല്ലോ. ഓക്കെ, ഏതെങ്കിലും റിമൂവർ യൂസ് ചെയ്തിട്ട് നമുക്കത് ഉരച്ച് കളഞ്ഞ് എടുക്കാനും പറ്റും. അപ്പോൾ അത് ഏത് മെത്തേഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് റിമൂവ് ചെയ്ത് മാറ്റണം. After removing the paint, the surface should be dried and rubbed with sandpaper and smoothened before paint is applied. എന്നിട്ട് നമ്മൾ പെയിന്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ സർഫസ് നന്നായിട്ട് സ്മൂത്തൻ ചെയ്യണം, സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട്. ദെൻ അത് നന്നായിട്ട് ഡ്രൈ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ദെൻ ഓൾഡ് പെയിന്റ് സർഫസ്, if paint not required to be removed but required to be repainting, the surface should be washed with soap water and then paint shall be applied. ഇപ്പം നമുക്ക് പുതിയ പെയിന്റ് അടിക്കുകയാണ്, പക്ഷെ പഴയ പെയിന്റ് അവിടെ തന്നെ ഇരുന്നോട്ടെ, അത് റിമൂവ് ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ നമ്മൾ ആ സർഫസ് ജസ്റ്റ് ഒന്ന്, അതായത് ഇപ്പോൾ നമുക്ക് സെയിം കളർ തന്നെയാണ് വേണ്ടതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഴയ പെയിന്റ് അവിടെ തന്നെ ഇരുന്നോട്ടെ, പുതിയ പെയിന്റ് നമുക്ക് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആ സർഫസ് സോപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുള്ളൂ. എന്നിട്ടത് ഡ്രൈ ചെയ്തതിന് ശേഷം പുതിയ പെയിന്റ് അപ്ലൈ ചെയ്യും. In steel work exposed to weather, the painting should be done either with red oxide paint or with aluminum paint. അപ്പോൾ സ്റ്റീൽ വർക്കിലാണ് നമ്മൾ പെയിന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റെഡ് ഓക്സൈഡ് പെയിന്റോ അല്ലെങ്കിൽ അലുമിനിയം പെയിന്റോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെയിന്റിങ്ങിന്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു 8 മാർക്കിനുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ രീതിക്ക് നിങ്ങൾ പെയിന്റിങ്ങിന്റെ സ്പെസിഫിക്കേഷൻസ് പഠിക്കും. അപ്പോൾ പിന്നെ ആസിസിന്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ഓൾറെഡി അസൈൻമെന്റ് തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ അതും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് വഴി എന്ത് ചെയ്യാം, അറ്റൻഡൻസ് തരാം. Okay, thank you all.